നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു. പൂവാർ കാഞ്ഞിരംകുളത്ത് കോവളം കാരോട് ബൈപ്പാസ് റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു. ബാലരാമപുരം ഐത്തിയൂർ കരിക്കാട്ടുവിള വീട്ടിൽ സഫറുദ്ദീന്റെ സ്കൂട്ടറാണ് കാഞ്ഞിരംകുളം ജംഗ്ഷന് സമീപം കത്തിനശിച്ചത്. പൂവാറിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയെങ്കിലും സ്കൂട്ടർ പൂർണ്ണമായും കത്തിയമർന്നു. കാഞ്ഞിരംകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. ദുർഗന്ധവും പിന്നാലെ പുകയും വന്നതോടെ ഉടൻ സ്കൂട്ടർ റോഡിന്റെ സൈഡിലേക്ക് ഒതുക്കിയിട്ട് സഫറുദ്ദീൻ മാറി നിന്നു. നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളിക്കത്തിയതായി ഇയാൾ പറഞ്ഞു. താമരശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് അപകടം. 5 പേർക്ക് പരിക്ക്, ഒരാളുടെ നില ഗുരുതരം. താമരശ്ശേരി മുക്കം സംസ്ഥാന പാതയിൽ താമരശ്ശേരി മൃഗാശുപത്രിക്ക് സമീപത്ത് രാത്രി 12 മണിയോടെയാണ് അപകടമുണ്ടായത്. മുക്കം ഭാഗത്തു നിന്നും താമരശ്ശേരി ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് നടപ്പാതയുടെ സ്ലാബ് തകർത്ത് സമീപത്തെ മതിലിടിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ കോണഞ്ചേരി തെയ്യാപ്പാറ സ്വദേശി ആഷ്ടോ, മൈക്കാവ് സ്വദേശികളായ ആൽബർട്ട്, ആൽവിൻ, ജിയോ എന്നിവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മൈക്കാവ് സ്വദേശി ബൈസലിനെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ലോക്കോ പൈലറ്റുമാരുടെ സമരം ഇന്നു മുതൽ. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ലോക്കോ പൈലറ്റുമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്നു മുതൽ സമരം ആരംഭിക്കും. ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷനാണ് ചട്ടപ്പടി സമരത്തിന് നേതൃത്വം നൽകുന്നത്. ട്രെയിൻ ഗതാഗതം നിർത്തിയുള്ള സമരമില്ലെന്ന് അസോസിയേഷൻ അധികൃതർ അറിയിച്ചു. ജോലി സമയം 10 മണിക്കൂറാക്കുക, ആഴ്ചാവധി 46 മണിക്കൂറാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ആവശ്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ ജോലി സമയം കഴിഞ്ഞാലുടൻ അധിക ജോലി ചെയ്യാതെ വണ്ടി നിർത്തി പോകുമെന്നാണ് മുന്നറിയിപ്പ്. ദക്ഷിണ റെയിൽവേയിലെ പാലക്കാട്, തിരുവനന്തപുരം, സേലം, ചെന്നൈ, തിരുച്ചിറപ്പള്ളി, മധുര ഡിവിഷനുകളിലെ 2000-ഓളം ലോക്കോ പൈലറ്റുമാരാണ് ഇന്നു മുതൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നത്. LPG ഗ്യാസ് സിലിണ്ടറിന്റെ വില കുറച്ചു. പാചകവാതകത്തിന്റെ വില വീണ്ടും കുറച്ചു. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറിന് 70.50 രൂപയാണ് കുറച്ചത്. ഇതോടെ 1685.50 രൂപയാണ് കൊച്ചിയിലെ പുതുക്കിയ നിരക്ക്. നേരത്തെ 1756 രൂപയായിരുന്നു. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. ജാഗ്രതാ നിർദ്ദേശം. ജലനിരപ്പ് ഉയർത്തിയതിനെ തുടർന്ന് ഇടുക്കി മലങ്കര ഡാമിന്റെ 5 ഷട്ടറുകൾ ഉയർത്തി. 1.5 മീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. തൊടുപുഴ, മൂവാറ്റുപുഴ നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി.